എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം PR മുരളി. എല്ലാവർക്കും പെർഫെക്റ്റ് നൊട്ടേഷൻ ട്യൂട്ടോറിയൽ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഈ ഗാനം ഏതാണെന്ന് നിങ്ങൾക്കെല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. റോസി എന്ന ചിത്രത്തിന് വേണ്ടി ശ്രീ പി ഭാസ്കരൻ മാസ്റ്റർ രചിച്ച് ശ്രീ ജോബ് മാസ്റ്റർ സംഗീതം ചെയ്ത് ശ്രീ ദാസേട്ടൻ പാടിയ അല്ലിയാമ്പൽ എന്ന് തുടങ്ങുന്ന ഗാനമാണ്. വളരെ ഫേമസ് ആയിട്ടുള്ള ഗാനമാണ്. ഇതിൻ്റെ ശ്രുതി സി, അതായത് 1. ഞാൻ 3 ഫിംഗർ, അതായത് 3 വിരൽ ഷഡ്ജമായിട്ടാണ് വായിക്കുന്നത്. 2ന്റെ ഫ്ലൂട്ട് എടുത്തിട്ട് അതിൽ നിഷാദം, അതായത് 3 വിരൽ പിടിച്ചാൽ സായായി. അത് ശങ്കരാഭരണൻ രാഗം ആണെങ്കിലും പക്ക ക്ലാസിക്കൽ രാഗത്തിലല്ല, അതിൻ്റെ ഫ്രെയിമിലാണ് കിടക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇൻട്രൊഡക്ഷൻ മ്യൂസിക്കാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. ഇൻട്രൊഡക്ഷൻ മ്യൂസിക്കിനെ പറ്റി പറയുമ്പോൾ ആദ്യം അക്കോർഡിയൻ, ഇങ്ങനെ നെഞ്ചിൽ വെച്ച് വായിക്കുന്ന ഹാർമോണിയം പോലെ കീഴുള്ള അക്കോർഡിയൻ എന്ന് പറയുന്ന ഇൻസ്ട്രുമെന്റിൽ താളമില്ലാതെ സായും രിയും മുകളിൽ അങ്ങനെ ബാക്ക്ഗ്രൗണ്ടിൽ ചെറിയ നീയും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അത് ഭംഗിക്ക് വേണ്ടി ചെയ്യുന്നതാണ്. അപ്പൊ പിന്നെ മഗരി സനി ദപ മഗരി സനി സാ നീ ഗാ, താഴത്ത് നീയും ഗായും മുകളിലത്തെ നീ ഗാ മഗരി സനി ദപ മഗരി സനി സാ. ഒന്നുകൂടി പറയാം, താളമില്ലാതെ അക്കോർഡിയനിൽ ഗാ ബ സനി രി സനി നി ദാ നീ ഗാ മഗരി സനി ദപ മഗരി സനി സാ. അവസാനത്തെ സാ വായിക്കുമ്പോൾ വൈബ്രഫോൺ, ഇങ്ങനെ ബെല്ല് പോലത്തെട്ടാണ് ശ്രുതി കൊടുക്കുന്നത്. സഗപ സഗപ സ, സഗപ സഗപ സ എന്ന് കൊടുക്കും. അത് കഴിഞ്ഞിട്ട് താളത്തിൽ അത് മിശ്ര ചാപ്പ്, അതായത് 7 അക്ഷരം. വെസ്റ്റേണിൽ പറയുമ്പോൾ 7/8 എന്ന് പറയും. 1 2 3 1 2 3 4 1 2 3 1 2 3 4. ഈ താളത്തിൽ മാൻഡലിൻ, ശ്രീനിവാസനൊക്കെ വായിക്കുന്ന മാൻഡലിനിലാണ് തുടങ്ങിയിരിക്കുന്നത്. മാൻഡലിൻ സന്തൂരും ഉണ്ട് അതിൻ്റെ കൂടെ. അപ്പോൾ 1 2 3 1 2 3 4 സാ നീ ദ നീ ദ പ, മുകളത്തെ ഷഡ്ജത്തിൽ നിന്ന് തുടങ്ങും. സ നീ ദ നീ ദ പ അ അ അ. ഒന്നുകൂടി പറയാം, സ നീ ദ നീ ദ പ അ അ അ. അപ്പൊ അതിന്റെ മുകളിൽ സന്തൂരം വരും. സന്തൂര് അറിയാലോ, ശിവകുമാർ ശർമ്മജിയൊക്കെ വായിക്കുന്നത്.
അപ്പൊ ഇത് രണ്ടും ചേർന്ന് വരും. സഗനീത നീത പ. അപ്പൊ ഗരി സ രി ഗ. അത് കഴിഞ്ഞിട്ട് വയലിൻസ്, ഗ്രൂപ്പ് വയലിൻസ്, വെസ്റ്റേൺ വയലിൻ. സഗദ പ നീരിമാഗ പാനിരി സനി സാ. ഒന്നുകൂടി പറയാം. സഗദ പ നീരിമാഗ പാനിരി സനി സാ. അപ്പോൾ വയലിൻ ഫസ്റ്റ് വോയിസ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് പാർട്ട് സാഗദാപ്പ വായിക്കുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ സെക്കൻഡ് പാർട്ട് കൂടെ ഉണ്ട്. പാസഗാസ പനിരിനി ഗപനിദപ. സെക്കൻഡ് പാർട്ട് ഹാർമണിക്ക് വേണ്ടി രണ്ടും കൂടി ഒരുമിച്ച് വരുമ്പോൾ നല്ലൊരു മൂഡ് വരും, രണ്ട് സ്വരങ്ങളും ഒരുമിച്ച് വരുമ്പോൾ. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ഇട്ടിരിക്കുന്നത്. പാസഗാസ പനിരിനി ഗപനിദപ. അപ്പോൾ ചേർന്ന് നമുക്ക് പാടാൻ പറ്റില്ല, ഒരു വയസ്സേ പറ്റുള്ളൂ. അപ്പോൾ ചേർന്ന് പറയാം. സഗനീത നീത പ സഗദപ നീരിമാഗ പാനിരി സനി സാ. ഇത് മാൻഡലിനും ഫസ്റ്റ് പാർട്ട് വയലിനാണ് വായിച്ചത്. ഇനി സന്തൂരും സെക്കൻഡ് പാർട്ട് വയലിനും പറയാം. ഗരി സാരി ഗ പാസഗാസ പനിരിനി ഗപനിദപ. അവസാനത്തെ ആ പായുടെ മുകളിൽ അല്ലെങ്കിൽ പനിരി സനി സാ എന്ന് വായിക്കുമ്പോൾ വൈബ്രഫോൺ വീണ്ടും പനിരി സനി 1 2 പസഗപ്പ പാട്ട് തുടങ്ങാൻ വേണ്ടി. അപ്പോൾ സഗപദ സഗദപ നീരിമാഗ പനിരി സനി സാ സഗ പസഗപ്പ സാഗ. രണ്ട് പിരിയുണ്ട്, 1 2 പസഗപ്പ, അങ്ങനെ പോകും വൈബ്രഫോൺ. ഇതാണ് ഇൻട്രൊഡക്ഷൻ മ്യൂസിക്. ഇനി നമ്മൾ പല്ലവിയിലേക്ക് വരുമ്പോൾ ഫ്ലൂട്ടിൽ ഞാൻ പറഞ്ഞു 3 വിരൽ ഷഡ്ജമായിട്ടാണ്, 3 ഫിംഗറിലാണ് ഈ ശങ്കരാഭരണം വായിക്കുന്നത് പാട്ട്. അപ്പോൾ പല്ലവി. അല്ലിയാമ്പൽ കടവീലം നരയ്ക്കു വെള്ളം സഗഗ മകരി സഗഗ മകരി അല്ലിയാമ്പൽ ചെറിയ മാതനാണ് മകരി കടവീലം ഗഗ പപ്പ മമ ഗഗ മകരി സസാഗരി അരയ്ക്കു വെള്ളം സഗഗ മകരി ഗഗ പപ്പ മമ ഗഗ ഗഗ മകരി സസാഗരി സഗഗ മകരി ഗഗ പപ്പ മമ ഗഗ മകരി സസാഗരി. ഒന്നൊരു വായിക്കാം. അന്നു സരിദസ. അന്നൊന്നെടുക്കുമ്പോൾ ആദ്യത്തെ തവണ സരിദസ വരും. സിനിമയിൽ 2 പ്രാവശ്യമുണ്ട്. രണ്ടാമത്തെ പ്രാവശ്യം പാടുമ്പോൾ ദസ ദസ അന്നു. ആദ്യത്തെ തവണ സരിദസ അന്നു നമ്മളൊന്നായി, സെയിം സ്വരം തന്നെ. സഗഗ മകരി തുഴഞ്ഞില്ലേ ഗഗ പപ്പ മമ കൊതുമ്പു വള്ളം ഗഗ മകരി സസാഗരി
സരി ദ സ സ ഗ ഗ ഗ മഗരി ഗ ഗ പ പ മ മ ഗ ഗ മഗരി സ സ ഗരി രി. അപ്പോൾ രണ്ടിൽ തന്നെ ഞാൻ ചേർത്ത് വായിക്കാം. ഒന്നുകൂടി വായിക്കാം. നമ്മുടെ ഗാഗമ നെഞ്ചിലാകെ മപപപാദപമ അനുരാഗ പപദദാദ പദൻ കരിക്കിൻ വെള്ളം പദനീദ പപ്പ പഗഗമ നമ്മുടെ മപപപാദപമ നെഞ്ചിലാകെ മപദദാദ അനുരാഗ പദനീദ പപ്പ കരിക്കിൻ വെള്ളം. അത് കഴിഞ്ഞിട്ട് അന്നോ പഗഗമ സെയിം സ്വരങ്ങൾ തന്നെ വരിക. നമ്മുടെക്ക് പകരം മാത്രം അന്നോ പഗഗമ, പിന്നെ നെഞ്ചിലാകെ അനുരാഗ കരിക്കിൻ വെള്ളം, അത് സെയിം തന്നെ. മപപപാദപ മപദദാദ പദനീദ പപ്പ അന്നോ നെഞ്ചിലാകെ അനുരാഗ കരിക്കിൻ വെള്ളം. അന്നോ നെഞ്ചിലാകെ ഞാൻ വായിക്കാം. നമ്മുടെ നെഞ്ചിലാകെ അനുരാഗ കരിക്കും വെള്ളം, അന്ന് നെഞ്ചിലാകെ അനുരാഗ കരിക്കും വെള്ളം, അത് ഞാൻ ചേർത്ത് വായിക്കാം. സിനിമയിൽ 2 പ്രാവശ്യമുണ്ട്, പക്ഷെ റെക്കോർഡിൽ 1 പ്രാവശ്യമുള്ള പല്ലവി. അത് 3.5 മിനിറ്റിനുള്ളിലായിട്ട് റെക്കോർഡ് തീരണം, ഡിസ്ക് ഓടി തീരും. അതുകൊണ്ട് എല്ലാ പാട്ടുകളും പല സ്ഥലങ്ങളിലും അവർ എഡിറ്റ് ചെയ്ത് എന്നിട്ട് അതിൻ്റെ റിപ്പീറ്റേഷൻ കുറച്ച് ബാക്ക്ഗ്രൗണ്ടിൻ്റെ എഡിറ്റ് ചെയ്ത് കുറച്ച് അങ്ങനെയൊക്കെയാണ് സാധാരണ ചെയ്യാറ്. അപ്പം അതുകൊണ്ട് സിനിമയിൽ ഫുള്ള് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. സിനിമയ്ക്ക് വേണ്ടിയാണല്ലോ പാട്ട് എടുക്കുന്നത്. അപ്പം ഞാൻ 2 പല്ലവിയും വായിക്കാം. അന്നോ എന്നുള്ള സ്ഥലത്ത് സരി ദസ എന്ന് ആദ്യം വരും, സെക്കൻഡ് അന്ന് പാടുമ്പോൾ ദസ ദസ വരും, അങ്ങനെ വരും. അപ്പോൾ ഫുള്ളായിട്ട് വായിക്കാം. ഇതാണ് അല്ലിയാമ്പൽ കടവിൽ എന്ന പാട്ടിൻ്റെ
പല്ലവി ഫുൾ റിപ്പിറ്റേഷനോടുകൂടി. ഇത് നിങ്ങൾക്കെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇത് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്ത് മറ്റുള്ള എല്ലാവരിലേക്കും എത്തിക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഇതിൻ്റെ ഫസ്റ്റ് ബാക്ക്ഗ്രൗണ്ടും അനുപല്ലവി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു.